ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷനും അതുപോലെ ഡൊമൈൻ നെയിം സിസ്റ്റത്തെക്കുറിച്ചുമായിരുന്നു. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ സെർവർ വർക്ക് ചെയ്യുന്നതിൻ്റെ പാറ്റേൺ, അത് ഡോറ 60 ഒരു ആക്ടിവിറ്റി ഡോറ ആക്ടിവിറ്റി ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ്, പല പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയതായിരുന്നു ഡൊമൈൻ നെയിം സിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന പേജ് നമ്മൾക്ക് അവൈലബിൾ ആകുന്നത്. ഇപ്പോൾ സപ്പോസ് ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പേജുകളാണെങ്കിലും ഹോസ്റ്റിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് ആകാൻ വേണ്ടിയിട്ട് ഈ നെയിം IP വാല്യൂസ് റിസോൾവ് ചെയ്യുന്ന മെത്തേഡായിരുന്നു പറഞ്ഞത്. അപ്പം DNSഉം ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. IP അഡ്രസ്സ് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഹോസ്റ്റ് നെയിമിലേക്ക് കൊടുക്കാനായിട്ട് നമ്മൾ റിക്വസ്റ്റഡ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് മെത്തേഡ് രണ്ട് രീതിയിലെടുക്കും. അപ്പുറത്തുപ്പുറം രണ്ടിടത്തുനിന്നുണ്ട്. ഹോസ്റ്റ് ടു IP ടു ഹോസ്റ്റിലേക്ക് ചെയ്യാനായിട്ടുള്ളൊരു നേച്ചർ നമ്മൾ ഓർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞാൽ ഹൈറാർക്കിക്കൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാറ്റേൺ ആണ് ഇതിനകത്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ടോപ്പ് ലെവൽ ഹൈറാർക്കി എന്ന് പറയുന്നത് റൂട്ട് സെർവർ ആണ് ബേസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ടോപ്പ് 11 ഡൊമൈൻസ് TLDസിനകത്താണ് നമ്മളുടെ കാറ്റഗറീസ് ഏതാണ്, .com ആണോ .org ആണോ അങ്ങനെ .edu അങ്ങനെയുള്ളതിൻ്റെ എല്ലാ അഡ്രസ്സുകളും നോർമലി ടോപ്പ് 11 ഡൊമൈൻ്റെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് DNSകൾ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. അത് നമ്മുടെ പ്രൈമറി നെയിം സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്നു. ഒരു മാസ്റ്റർ സെർവർ നെയിമിൽ എടുക്കുന്നു. സ്ലേവ് എന്ന് പറയുന്നത് ഇതേ സാധനം തന്നെ, ബക്ക് ലോഡുകൾ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ലേവ് സെർവേഴ്സ് ഉണ്ട്. ദെൻ കാഷിംഗ് നെയിം സെർവർ എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞിരുന്നു. കാഷിംഗ് നെയിം സെർവർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റിസോൾവറിനകത്ത് ഫസ്റ്റ് DNS റിസോൾവറിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കറസ്പോണ്ടിങ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ യൂസ് ചെയ്ത പോസ്റ്റിന്റെ ഡീറ്റെയിൽസുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതായിരിക്കും. അത് ആദ്യമേ നമ്മൾ ഒരു സർവീസ് റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വെബ് പേജ് അല്ലെങ്കിൽ വെബ്സൈറ്റിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യം ചെക്ക് ചെയ്യുന്ന എവിടെയായിരിക്കും, കറസ്പോണ്ടിങ് റിസോൾവറിന്റെ ക്യാഷിലായിരിക്കും നോക്കുക. ക്യാഷിൽ നോക്കി അവിടെ നിന്ന് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടും, ആ നെയിം റൂട്ട് സെർവർ ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ്റെ ആവശ്യം നമുക്കില്ല. ഇനി ഇതേപോലെ തന്നെ ഫോർവേഡിംഗ് നെയിം സെർവർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് നമ്മൾ ചോദിച്ച സാധനം അവിടെ ഇല്ല, ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ സപ്പോസ് അതിൻ്റെ IP അഡ്രസ്സ് അവിടെ കാണണമെന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യപ്പെടും, നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നേരെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് സെർവറിലേക്ക് ഇതിൻ്റെ വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു സാധനം ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വറി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള IP കിട്ടാനായിട്ട് അതെവിടെയാണ് ഇരിക്കുന്നത് അതിൻ്റെ IP ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പം റൂട്ട് സെർവറിനകത്ത് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ facebook.com ആണ്. അപ്പോൾ കോം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ടോപ്പ് ലെവൽ ഡൊമൈനിലെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ആ ടോപ്പ് ലെവൽ ഡൊമൈൻ ആക്സസ് ചെയ്യാനുള്ള IP അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ വീണ്ടും അത് എന്ത് ചെയ്യപ്പെടും, അപ്പോൾ ടോപ്പ് ലെവൽ ഡൊമൈൻ സെർവറിലേക്ക് പോയി നോക്കും. അവിടെ ചെന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഈ .com അവിടെ ഒരുപാട് .coms ഉണ്ടായിരിക്കും, അതിനകത്ത് facebook.comന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ കിട്ടാനായിട്ട് പോകുന്നു. അപ്പോൾ അത് അതോറിറ്റേറ്റീവ് നെയിം സെർവറിൽ നിന്ന് കിട്ടണം. സോ ആ വാല്യൂ നമുക്ക് തിരിച്ചു കിട്ടും. ദെൻ ആ വാല്യൂ വെച്ച് വീണ്ടും നമ്മൾ എവിടെ പോകും, അതോറിറ്റേറ്റീവ് സെർവറിൽ പോകുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സാക്റ്റ് ആയിട്ട് ഫേസ്ബുക്കിന്റെ IP വാല്യൂ കിട്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അത് പിന്നെ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ആരാണോ റിക്വസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ കമ്പ്യൂട്ടറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻ ആ രണ്ട് സിസ്റ്റം തമ്മിലായിക്കോളും. അപ്പോൾ അവിടുന്ന് എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന പേജുകളെല്ലാം തന്നെ വെബ് പേജുകളെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെടും, നമ്മുടെ സിസ്റ്റത്തിലേക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ അവിടെ ചെയ്യുന്നത് കുറച്ച് റിക്വസ്റ്റ് ചെയ്ത കുറച്ച് വാല്യൂസ് മാത്രമല്ല ആണ് ഫോർവേഡിങ് എഹെഡ്, ക്യാഷ് എഹെഡ് എന്ന് പറയുന്ന ഒരു പാറ്റേണിലാണ് നമ്മൾ അവിടെ ചെയ്യപ്പെടുന്നത്. കാരണം കുറേ സീക്വൻഷ്യൽ ആയിട്ട് സെർച്ച് ചെയ്യപ്പെടാൻ പോകുന്ന കുറേ വാല്യൂസ് ഉണ്ടാവുമല്ലോ, കുറേ പേജസ് ഉണ്ടാവുമല്ലോ, ഇന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും അതിനകത്ത് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധ്യതയുള്ള അത്രയും വാല്യൂസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ എപ്പോഴും ഈ സെർവർ റിക്വസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മാത്രമല്ല അതിനപ്പുറമുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യപ്പെടുന്നത്, പാസ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ.
അപ്പോൾ ഇതൊരു പാറ്റേണിൽ പോകുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഐട്രേറ്റീവ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് പാഷനിൽ നമുക്ക് എന്ത് ചെയ്യപ്പെടാൻ പറ്റും, നമുക്ക് ഈ നെയിം റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഐട്രേറ്റീവ് അല്ലെങ്കിൽ റിക്കേഴ്സീവ് പാറ്റേണിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ഇതേപോലെയാണ്. നമ്മൾ എനിക്ക് വേണ്ട ഒരു കാര്യം ഞാൻ ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ അത് വേറൊരാളോട് ചോദിച്ചിട്ട് അതെനിക്ക് പറഞ്ഞു തരാം, ചോദിക്കുന്ന ആൾ പറ. അതല്ലാത്ത സമയത്ത് എനിക്ക് ചെയ്യാം, അയാൾക്ക് അത് അറിയില്ലെങ്കിൽ അയാൾ എന്നോട് പറയും നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് പോയി ചോദിക്കും, അയാൾ നിങ്ങൾക്ക് തരുമെന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മൾ പലരുടെ അടുത്ത് പോയി നമ്മൾ ആക്സസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ റിക്കേഴ്സീവ് പാറ്റേണിൽ നമ്മൾ പോകും. അതേസമയം ഞാൻ ചോദിച്ച ആൾ തന്നെ പലരോട് പോയി ചോദിച്ച അയാൾ തന്നെ എനിക്ക് തരുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് ഐട്രേറ്റീവ് പാറ്റേണിലാണ് നമ്മൾ മോഡ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് IP ആക്സസ് ചെയ്യാം. IP അഡ്രസ്സസ്, ഹോസ്റ്റിന്റെ IP അഡ്രസ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ റിക്കേഴ്സീവ് പാറ്റേണിൽ അല്ലെങ്കിൽ ഐട്രേറ്റീവ് പാറ്റേണിൽ തന്നെ കിട്ടാം. പിന്നെ ഇതിനകത്ത് നമ്മളുടെ സിസ്റ്റം ഒരു ഇന്റർനെറ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഡൊമൈൻ നെയിം സെർവർ സർവീസിനകത്ത് ഭാഗമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യണം, ആദ്യം അത് കോൺഫിഗർ ചെയ്യാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിനാദ്യമേ നമ്മൾ നോക്കുന്നത് ബൈൻഡ് എന്ന് പറയുന്നൊരു നേച്ചറാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ബൈൻഡ് ചെയ്യണം. ബൈൻഡ് എന്ന് പറഞ്ഞാൽ റെഡ് ഹാറ്റ് ലിനക്സിന്റെ ബെർക്ക്ലി ഇന്റർനെറ്റ് നെയിം ഡൊമൈൻ സോഫ്റ്റ്വെയർ ആണ്. This internet software consortium maintains Bind. The basic components of Bind includes DNS server, daemon ഉണ്ട്, കോൺഫിഗറേഷൻ ഫയൽസ് ഉണ്ട്, ലുക്കപ്പ് ടൂൾസ് ഉണ്ട്. ഇങ്ങനെ ഇത് ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡൊമൈൻ DNS സെറ്റ് ചെയ്യാൻ, DNS സർവീസസുകളെ മാനേജ് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ പേര് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് ടേംസ് എടുത്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് നമുക്ക് എടുക്കുന്നതാണ് DNS സെർവർ ഡോം. ഇമോയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന്റെ ബിഹൈൻഡ് വർക്കിംഗ് പ്രോസസ്സുകൾ, പ്രോഗ്രാമുകളെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അത് നോർമലി എവിടെയാണ് സ്റ്റോർ ചെയ്തത്, ബിന്നിനകത്ത് നെയിംഡ് ഡയറക്ടറിയിലായിരുന്നു നമ്മൾ ചോദിക്കുന്നത്. ദ നെയിം ഡിമോൺ ലിസൺസ് ഓൺ എ പോർട്ട് ഫോർ DNS സർവീസ് റിക്വസ്റ്റ് ആൻഡ് ദെൻ ഫുൾഫിൽസ് ദോസ് റിക്വസ്റ്റ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഇൻ ദ കോൺഫിഗറേഷൻ ഫയൽ. നോർമലി ഹോസ്റ്റ് നെയിംസ് IP അഡ്രസ്സിലേക്ക് റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പ്രോഗ്രാമിന്റെ പർപ്പസ്. നെക്സ്റ്റ് DNS കോൺഫിഗറേഷൻ ഫയൽസുകളും നമ്മൾ മാനേജ് ചെയ്തിരിക്കുക. DNS കോൺഫിഗറേഷൻ ഫയലിലാണ് നമ്മൾ നമ്മുടെ സെർവറിന്റെ സോൺ ഏതാണെന്നുള്ള കാര്യം, അതുപോലെ തന്നെ അതിന്റെ IP അഡ്രസ് ഏതാ, സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂസ്, പ്രൈമറി സെക്കൻഡറി വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺഫിഗ് ഫയലാണിത്, കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് name.config എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക. ജനറൽ കോൺഫിഗറേഷൻ ഇൻഫോർമേഷൻ വി ക്യാൻ സെറ്റ് ഇൻ ദിസ് കോൺഫിഗറേഷൻ ഫയൽ. ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞ എത്ര സമയം വരെ നമ്മൾ സെർച്ച് ചെയ്യാനായിട്ട് നമുക്ക് അത് റിക്വസ്റ്റ് പോകണം എന്നുണ്ടെങ്കിൽ സെർവറിന്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഒരു കോൺഫിഗറേഷൻ ഫയലിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ളതിൽ യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടറി ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് DNS ലുക്കപ്പ് ടൂൾ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറയുന്നത് എന്താണ്, ഹോസ്റ്റ് നെയിം പ്രോപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക എറർ ഹാൻഡ്ലിംഗ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ലുക്കപ്പ് ഫയൽസ് ടൂൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. DNS സെർവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന് അതിൻ്റെ ലോഗിൻ ഏതൊക്കെയാണ് ആക്റ്റീവായിട്ട് വരുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്ന് അതുപോലെ റിമോട്ട് സെർവർ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്സസ് കൺട്രോൾ ലിസ്റ്റ് പ്രയോറിറ്റി നമുക്ക് സ്പെസിഫൈ, ACL എന്ന് പറയുന്ന സാധനം ആക്സസ് കൺട്രോൾ ലിസ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിസൺ ഓൺ പോർട്സ്, ഒതന്റിക്കേഷനും ഓതറൈസേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളാണ്. ഇതിനകത്ത് DNS സെർവർ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളൊക്കെയാണ് ആദ്യം നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്ക് ഈ ബൈൻഡ് എന്ന് പറയുന്ന ഇതിനൊപ്പം തന്നെ ഇത് DNS സെർവർ ഫോർ സോഫ്റ്റ്വെയർ ദാറ്റ് കംസ് വിത്ത് ദ കറന്റ് റെഡ് ഹാറ്റ് ലിനക്സ്
DNS സെർവർ സോഫ്റ്റ്വെയർ എന്തിനകത്തുണ്ട്? ഈ ഒരു ബൈൻഡിനകത്ത് ഓൾറെഡി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ കമ്പോണൻസ് നമുക്ക് വേണ്ട വാല്യൂസ് വെച്ച് കൊടുത്ത് നമ്മൾ അതിനെ സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഏതൊക്കെ നോർമലി ഒരു നമുക്ക് സെറ്റ് ചെയ്യപ്പെടേണ്ട ഫയൽസ് അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫയലുകൾ ഏതൊക്കെയാണ് എന്നാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറയുന്ന name.config എന്ന് പറയുന്ന ഫയലിനകത്ത് വേണ്ട മാറ്റങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ സോൺ ഡയറക്ടറി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പറഞ്ഞു ഈ DNSനെ റിസോൾവ് ചെയ്യുമ്പോൾ നെയിം റിസോൾവ് ചെയ്യാനായിട്ട് സോൺ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോൺ ഡയറക്ടറി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ഈ ഡീമൺ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ IP അഡ്രസ് കൺവേർഷൻ കൊടുക്കാനുള്ളത്. പ്രൈമറി ഫംഗ്ഷൻ പ്രൊവൈഡ് ഇൻ DNS റെസൊല്യൂഷൻ സർവീസ് ട്രാൻസ്ലേറ്റിംഗ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ടു കറസ്പോണ്ടിങ് മെഷീൻ റീഡബിൾ IP അഡ്രസ്. IP അഡ്രസ് അല്ലെങ്കിൽ ഡൊമൈൻ നെയിമുകൾ കറസ്പോണ്ടിങ് IP അഡ്രസ് ആക്കുക. IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈൻ നെയിംസ് കൺവേർഷൻ കൊടുക്കാനായിട്ട് വരുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഡീമോൺ പ്രോസസ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് അതിനെ ഇൻസ്റ്റാൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ നമുക്ക് മാനേജ് ചെയ്യേണ്ട ഒരു കേസാണ് ടൂൾസ്. ഡിബഗിങ് ടൂൾസ്. ഡിബഗിങ് ടൂൾ യൂസ് ചെയ്യുന്ന പ്രൈമറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത കാര്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാകത്തിന് സെർവർ സെറ്റ് ആയോ എന്നുള്ളതാണ്. അത് ചെക്ക് കോൺഫിഗ് യൂസ് ചെയ്തുകൊണ്ടും ചെക്ക് ഓൺസ് ചെക്ക് ചെയ്തുകൊണ്ടും നമുക്ക് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓക്കെ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സ് എല്ലാം കറക്റ്റ് ആയി എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സോൺ ബേസ് ചെയ്ത് നമ്മുടെ സെർവർ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്രൈമറി സെക്കൻഡറി എന്നുള്ള രണ്ട് രീതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ രണ്ട് സെർവേഴ്സിനെയും കൊടുക്കാറുണ്ട്. എല്ലാവരും ഒരുമാതിരി ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ ആണ് ആദ്യത്തേതായിട്ട് പ്രൈമറി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെ ഗൂഗിളിന് തന്നെ വാല്യൂസ് ഉണ്ട്. കാരണം പ്രൈമറി ആണെങ്കിൽ IP വാല്യൂസ് ആയിട്ട് 8.8.8 4 8ന്റെ ഒരു കോമ്പിനേഷൻ ആണ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ അതിനൊപ്പം തന്നെ 8 ഡബിൾ 4ഉം കൂടിയുള്ള ഒരു വാല്യൂസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ജനറൽ ആയിട്ട് കാണുന്ന ഒരു നേച്ചർ. അപ്പൊ നമുക്ക് DNS സെർവറിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഫയൽസുകളെല്ലാം മാനേജ് ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ബൈൻഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം. ബൈൻഡ് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോൾ അതായത് DNS സെർവർ സോഫ്റ്റ്വെയർ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്തെ കോൺഫിഗറേഷൻ ഫയൽസും സോൺ വാല്യൂസ് ഒക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ടോടുകൂടി കാര്യം ഇതിനകത്ത് സിമ്പിൾ പാറ്റേണിലുള്ളത് ടെക്സ്റ്റിനകത്ത് കിടപ്പുണ്ട്. അത് ജസ്റ്റ് നോക്കിയാൽ മതി. അതായിരിക്കും പഠിക്കുന്ന എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഇല്ലെങ്കിലും അതാണ് സിമ്പിൾ പാറ്റേൺ. എളുപ്പമുള്ള രീതി അതാണ് കേട്ടോ. അതിലെ വാല്യൂസ് ആയിരിക്കും കുറച്ചും കൂടെ ഓർത്ത് വെക്കാൻ എളുപ്പം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാം? ഒരു DNS സെർവറിനെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? DNS സെർവർ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ ഏത് സെർവേഴ്സ് ആണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. നമ്മളുടെ ഒരു വെബ് ബ്രൗസർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ക്ലയന്റ് ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് എന്തിന്റെ ഹെൽപ്പാണ്, ഏത് സെർവറിന്റെ ഹെൽപ്പാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ പൊതുവെ എടുക്കുന്നത് ഗൂഗിളിനെ ഹെൽപ്പ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഗൂഗിളിന്റെ ഓൾട്ടർനേറ്റീവ് വാല്യൂസ് നമുക്ക് സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രോസസ്സിനെ കൺവേർട്ട് ചെയ്യുന്നത് IPയും DNS ഹോസ്റ്റ് നെയിം കൂടെ കൺവേർഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കണം. മോണിറ്റർ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക. ഇത്രയെല്ലാം കാര്യങ്ങൾ എന്തിനാണ്? ഇതിനൊരു DNS സെർവറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആദ്യം അതിൽ ചെയ്യാൻ പോകുന്നത് DNS സെർവർ കോൺഫിഗർ ചെയ്യുക എന്നുള്ള രീതിയാണ്. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് ഇതിൽ പറഞ്ഞിരിക്കുന്നതാണ്. സിമ്പിൾ പാറ്റേണിൽ നമുക്ക് പഠിക്കാൻ എളുപ്പം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മറന്നു പോകുന്നതിനെക്കാട്ടിലും എളുപ്പം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ 3 കാര്യങ്ങളാണ് നമുക്ക് ഒന്ന്. നമ്മുടെ ലിനക്സ് സെർവർ, സെക്കൻഡ് ക്ലയന്റ് ഉണ്ടാവും, പിന്നെ ഇത് യൂസ് ചെയ്യുന്ന വിൻഡോസും നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബൈൻഡ് ചെയ്യുക. ബൈൻഡ് ആൻഡ് കാഷിംഗ് നെയിം സെർവർ RPM ഈസ് റിക്വയർഡ് ടു കോൺഫിഗ് DNS. അത് ഇൻസ്റ്റാൾഡ് ആണോ നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ കമാൻഡ് യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇഫ് കോൺഫിഗ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് കറസ്പോണ്ടിങ് RPM ക്വറി നമ്മൾ എല്ലാ തരത്തിലുള്ള എല്ലാത്തേക്ക് ബൈൻഡ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ സാധനങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യാനായിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ അതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ ഹോസ്റ്റ് നെയിം ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് example.com ആണ്. നമ്മൾ അതിനകത്ത് അതിന്റെ IP അഡ്രസ് കറസ്പോണ്ടിങ് വാല്യൂ
ഇതേ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ഇത് നോർമലി ഒരു എക്സിക്യൂഷൻ സാമ്പിൾ പാറ്റേണിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കുക നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ പോകാൻ. അപ്പോൾ നെറ്റ്വർക്കിങ്ങിനകത്ത് നമ്മൾ നോക്കുന്നുണ്ട്. നെറ്റ്വർക്ക് IPv6 അല്ല, IPv4ന്റെ കേസ് നമ്മൾ നോക്കുന്നു. ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് server.example.com ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈതർനെറ്റ് ഒരു സിംഗിൾ യൂസ് കേബിൾ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന്റെ വാല്യൂ ഈച്ച് 0 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്ന വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഇന്റർനെറ്റ് IP അഡ്രസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സെറ്റ് ചെയ്ത 192.168.0.254 എന്ന് പറയുന്ന ഈ ഈതർനെറ്റ് അഡ്രസ് IP അഡ്രസ് നമ്മൾ കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് വാല്യൂ നമ്മൾ പറഞ്ഞ ഒരു അഡ്രസ്സിനകത്ത് ലാസ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് വാല്യൂ ആയിട്ടും അതിന്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐഡന്റിഫയർ ആയിട്ട് അടിക്കി എടുക്കല്ല. അപ്പോൾ ഈ IP അഡ്രസ്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ബ്രോഡ്കാസ്റ്റ് വാല്യൂ നമുക്ക് 254 255 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ രണ്ട് കേസസ് മാത്രം ഇതിനകത്ത് ഓർത്ത് വെച്ചാൽ മതി. സോ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് DNS സെർവർ കോൺഫിഗറേഷൻ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യേണ്ടത് നെയിം കോൺഫിഗ് എന്ന് പറയുന്ന ഈ മെയിൻ ഫയലാണ്. മെയിൻ കോൺഫിഗറേഷൻ ഫയൽ ഫോർ DNS സെർവർ ഈസ് name.config ആണ്. This file is used to make a caching only name server. You can also do editing in this file. അതാണ് നമ്മൾക്ക് രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യാൻ രീതിയിലായിരിക്കും ഇത് സെറ്റ് ചെയ്യാനുള്ള സാധിക്കുന്നത്. മാസ്റ്റർ ഫയൽ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാസ്റ്റർ സെർവർ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ന്യൂ നെയിം നമുക്കൊരു സെപ്പറേറ്റ് ഫയലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അതിൻ്റെ name.config ഫയലിൻ്റെ സബ് ഡയറക്റ്റ് പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂ നെയിം കോൺഫിഗ് ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഇതിനകത്തുണ്ട്. അത് മുകളിൽ കിടക്കുന്ന ആ ഒരു കാര്യം തന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പോവാം. എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയാണ് നമ്മൾ പറയുന്നത്. ഡയറക്ടറി നമ്മൾ ബുദ്ധ് കൊടുത്തുകൊണ്ടാണ് വേർഡ് നെയിംഡ് എന്നുള്ള രീതിയിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നു. അതേപോലെ സോണിനകത്ത് നമ്മൾ പറയുന്നു ഇവിടെ എന്താണോ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഇവിടെ സോൺ വാല്യൂ നെയിം ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുക. example.com ആണ് ടൈപ്പ് മാസ്റ്റർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതേ സ്ട്രക്ചർ തന്നെ പഠിച്ചു വയ്ക്കുക. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സോണിനെ സംബന്ധിച്ചിടത്തോളം ഫോർവേഡും റിവേഴ്സ് രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്ന് വെച്ചാൽ ഫോർവേഡ് ഡയറക്ഷനിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ് ഹോസ്റ്റ് നെയിമിന് കറസ്പോണ്ടിങ് ആയിട്ട് IP അഡ്രസ് ജനറേഷൻ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ അവിടെ റിവേഴ്സ് ആവുന്ന സമയത്ത് നമ്മുടെ IP അഡ്രസ് നമ്മുടെ വാല്യൂയിലേക്ക് തിരിച്ചു കിട്ടണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ സ്പെസിഫിക് ആയിട്ട് രണ്ട് സെറ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. example.com ഇത് റിവേഴ്സ് ആണ്. 0.168.192.in എന്ന് പറയുന്നത് അതിന്റെ റിവേഴ്സ് പാറ്റേൺ ആണ്. ഇത് സേവ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, ക്വിറ്റ് ചെയ്യുക. ദറ്റ് മീൻസ് എക്സിറ്റ് ചെയ്യണം. ദെൻ സോൺ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സോൺ ഫയലിനെ സംബന്ധിച്ചുള്ള മാനേജ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഡിഫൈൻ 2 സോൺ ഫയൽസ്. example.com.zone for forward zone and 0.168.192 in address ARPA for reverse zone. ഇത് ഓർത്ത് വെക്കാൻ ഇത്രയേ ഉള്ളൂ. ഫോർവേഡ് സോൺ എന്ത് ചെയ്യുന്നു? ഇറ്റ് മാപ്സ് ഹോസ്റ്റ് നെയിം ടു ദെയർ കറസ്പോണ്ടിങ് IP അഡ്രസ് ആൻഡ് റിവേഴ്സ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് മാപ്സ് IP അഡ്രസ് ടു ദെയർ കറസ്പോണ്ടിങ് ഹോസ്റ്റ് നെയിംസ്. ഈ രണ്ട് ഫയൽസുകളും മാനേജ് ചെയ്യേണ്ടത് സോൺ ഫയൽ മാനേജ്മെന്റും നമ്മൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിൽ പേര് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ചാണ് വരുന്നത്. ടേമുകൾ അതേപടി തന്നെ പഠിച്ചു വെച്ചാൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ നോക്കണം. എങ്കിൽ പോലും വന്നിട്ടുണ്ട് എങ്കിൽ ഇതാണ് സിമ്പിൾ സ്ട്രക്ചർ. ഇതെന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് സെർവർ യൂസ് ചെയ്താണ് എന്ത് പേരിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. ഇതിൽ ചുമ്മാ നോക്കുമ്പോൾ നമുക്കറിയാം TTL ടൈം ടു ലീവ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മാക്സിമം എത്ര കൊടുക്കുക 24 hours എന്നുള്ള രീതിയിലുള്ള സെറ്റിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂസ് ഇതേപടി തന്നെ നമ്മൾ പറയാം. സെർവറിന്റെ വാല്യൂസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ client 1 client 2 പാറ്റേണിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഇതിന്റെ കറസ്പോണ്ടിങ് സെർവർ ആക്സസ് ചെയ്യാനായിട്ടുള്ള ടേം നമ്മൾ example.com എന്ന് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഫോർവേഡ് സോൺ പാറ്റേൺ ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി
റിവേഴ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇതേ വാല്യൂസ് തന്നെ നമ്മൾ വ്യത്യാസം വരുന്ന സമയത്ത് എന്തായിരിക്കും ചെയ്യുന്നതിന്റെ വാല്യൂ സ്പെസിഫിക്കേഷൻ സമയത്തുള്ള മാറ്റമാണ് നമ്മൾ കൊടുക്കുക. എക്സ്പയറി ടൈം ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട്, എത്രയാണ് വന്നേക്കുന്നത്, മിനിമം മാക്സിമം വേണം, മിനിമം മാക്സിമം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം റീട്രൈ എത്ര ടൈമിലേക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളത്. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ഒരു കാര്യം, ഇങ്ങനെ ഒരു സെറ്റിംഗ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് റോങ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 നമ്മൾ ഇത്ര ടൈം പ്രാവശ്യം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമ്മൾ തെറ്റിച്ച് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു ദിവസത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യല്ലേ. അതെല്ലാം ഈ സെറ്റിംഗ്സിനകത്ത് സ്പെസിഫൈ ചെയ്തു പോകും. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൽ പിന്നെ മാറ്റേണ്ട കാര്യങ്ങൾ, പിന്നെ ഓർത്ത് വെച്ച് മാറേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ്. അത് ചെയ്യാൻ വേണ്ടി നെയിം ഗ്രൂപ്പിനകത്ത് ഈ ഒരു രീതിയിലേക്കാണ് ഇതിന്റെ ഓണർഷിപ്പ് മാറിക്കൊടുത്തിരിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്കറിയാം, ഒന്ന് ഫോർവേഡിന്റെയും കാണുന്നുണ്ട്, ഒന്ന് റിവേഴ്സ്. ഇപ്പോൾ ഇനി സോൺ എന്ന് പറഞ്ഞ് ഐഡന്റിഫൈ ചെയ്യുന്ന ഈ 2 വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഐഡന്റിഫൈ ഡൊമൈൻ നെയിം സിസ്റ്റം റിസോൾവ് ചെയ്യുന്ന സമയത്ത് സോൺ വാല്യൂസ് മാനേജ് ചെയ്യുന്ന ആ 2 വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് ഓക്കെ ആയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കില്ല, അതിന് ചെക്ക് കോൺഫിഗറേഷൻ ID നമ്മൾ കൊടുക്കും. നെയിംഡ് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂസ് ഓക്കെ വാല്യൂസ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ സർവീസ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ DNS സെർവർ സെറ്റിംഗ്സിനകത്ത് നമുക്ക് കോൺഫിഗറേഷനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം, നെയിംഡ് കോൺഫിഗ് എന്ന് പറയുന്ന ഫയലിനകത്ത് നമ്മളുടെ ഏതാണ് പ്രൈമറി സെർവർ ആയിട്ട് ഏത് എടുക്കണം, സെക്കൻഡറി ആയിട്ട് നമ്മൾ ഏത് കൊടുക്കണം, എത്ര സമയം വരെ നമുക്കത് മാനേജ് ചെയ്യാനുള്ള കൊടുക്കാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സോൺ ഏത് സോണാണ് വരുന്നത് അതിൻ്റെ സോൺ ഗ്രൂപ്പിനെ കുറിച്ചുള്ള കാര്യം, അത് ഫോർവേഡ് റിവേഴ്സ് ഫാഷനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്രൈമറി ആയിട്ട് നമ്മൾ പ്രൈമറി സെർവറായിട്ടും പ്രൈമറി സെക്കൻഡറി അത് 2 രീതിയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ പൊതുവേ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഫയൽ വാല്യൂസ് എന്ന് പറയുന്നത് ഗൂഗിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പം ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഫോർവേഡേഴ്സിന്റെ വാല്യൂ 000 എന്നായിരിക്കും നോർമലി കിടക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് മാറി നമുക്ക് വേണ്ട ഒരു വാല്യൂ നമ്മൾ, ഗൂഗിൾ ആണെങ്കിൽ 88 എന്നുള്ള വാല്യൂസിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യും. അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് 88.44 എന്നുള്ള രീതിയിലാണ് സ്പെസിഫൈ ചെയ്ത് ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ മാനേജ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പം DNS എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നെറ്റിലേക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ സിസ്റ്റം നെറ്റിൽ IP അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന IP അഡ്രസ്സ് കിട്ടുകയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ തന്ന IP അഡ്രസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന വെബ് പേജുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട്, വെബ് പേജ് എന്നാൽ ഏത് ആക്ടിവിറ്റിയാണോ സർവീസ് ആണോ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആ റിക്വസ്റ്റ് നമുക്ക് റിസോൾവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നോർമലി നമുക്ക് വെബ്സൈറ്റുകളായിരിക്കും നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ടും മാനേജ് ചെയ്യുന്നത്. വെബ്സൈറ്റ് മാനേജ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു വെബ്സൈറ്റിനോട് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് ഉണ്ട്, സ്പ്രെഡ്ഷീറ്റ്സോടും മീഡിയാസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രൈമറി ഫേസിൽ എന്താണ് ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ നടത്തേണ്ടത്. ആ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടണം. നമ്മുടെ സിസ്റ്റത്തിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് അത് ഏത് ഹോസ്റ്റിലാണോ ഇരിക്കുന്നത്, ഏത് സിസ്റ്റത്തിലാണോ ഇരിക്കുന്നത്, ആ സിസ്റ്റത്തിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, ആ സിസ്റ്റത്തിന്റെ IP വാല്യൂ കിട്ടി സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ ഏത് വഴിയാണ് ഇത് പോയി റിസോൾവ് ചെയ്ത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് DNS സെർവർ കോൺഫിഗറേഷനകത്ത് ചെയ്യുന്നത്. ആരോട് ചോദിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് നമ്മുടെ പേജിനകത്ത് നമ്മൾ കൊടുക്കാവുന്ന നോർമലി നമ്മൾ സെർച്ച് എൻജിൻസ് യൂസ് ചെയ്യുമ്പോൾ ഗൂഗിൾ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗൂഗിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ. അതിന്റെ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുത്ത് പ്രൈമറി സെക്കൻഡറി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ കയറുന്നത്. ഇനി ഇതിൽ നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്ന നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസ്. ഒരു നിമിഷം, ഇതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അതിന് റിലേറ്റഡ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊന്നും കൂടെ നോക്കട്ടെ. DNS സെർവറിന് ജനറൽ ക്വസ്റ്റ്യൻ ആണ് കൊണ്ട് കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഇങ്ങനെ ഉണ്ട്.
ഒറ്റ നോട്ടത്തിൽ ഏതായാലും അത് അങ്ങനെ ഒരു എൻ്റെ കോൺഫിഗറേഷൻ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ല കേട്ടോ. ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്, അപ്പൊ അതിനകത്ത് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ടെക്സ്റ്റ് എങ്ങനെയാ വർക്കിംഗ് എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളൂ. DNSന്റെ റിസോൾവ് ചെയ്യുന്ന മെത്തേഡാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കോൺഫിഗറേഷൻ വാല്യൂ സെറ്റിംഗ്സിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ചോദിച്ച് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നോക്കിയതിനകത്ത് കണ്ടില്ല. ഇനി അടുത്തത് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസിനെ കുറിച്ചാണ്. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് കേട്ടോ. നോർമലി ഉള്ള ഫയൽ സിസ്റ്റത്തിന് FAT1632 പുറമെ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ്സ് എ ക്ലയന്റ് സെർവർ പ്രോട്ടോകോൾ ഫോർ ഷെയറിംഗ് ഫയൽസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഓൺ കോമൺ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ ഫയൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ക്ലയന്റും സെർവർ ഏത് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നുള്ള without worrying about that operating system nature, we can transfer file from one system to another system. നമുക്ക് ഏത് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള വറിയിങ് ഇല്ലാതെ തന്നെ നമുക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം വഴി നമുക്ക് അവൈലബിൾ ആകുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ക്ലയൻറ്റ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലോക്കൽ ഡയറക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമോട്ട് ഡയറക്ടറി ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഫയൽ സ്ട്രക്ചർ അല്ല നമ്മൾ ആക്സസ് ചെയ്യുന്നത്, ഡയറക്ടറീസ് അല്ല നമ്മൾ ആക്സസ് ചെയ്യുന്നത്, റിമോട്ട് സിസ്റ്റത്തിൻ്റെ ഫയൽസുകളാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫയൽസുകൾ ആക്സസ് ചെയ്യുന്ന രീതിയിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇതിൽ വന്നൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. What is the use of network file system? Explain the concept of hard and soft mounts in the context of NFS. ഇതാണ് ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എന്താണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്, അതുപോലെ മൗണ്ടിങ്, ഹാർഡ് മൗണ്ടിങ്ങും സോഫ്റ്റ് മൗണ്ടിങ്ങിനെ കുറിച്ചുമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നത്. ഇതിലിനി ജനറൽ ആയിട്ട് ഐഡിയ പറയാനുള്ളത് ഒരെണ്ണം എന്താണെന്നുള്ളത് ജസ്റ്റ് ജനറൽ റൂൾസ് എന്തൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നുള്ള ജനറൽ റൂൾസ് അതിനകത്ത് വളരെ സ്പീഡിൽ ഓർത്ത് പോവാണ്. വൺ ഷുഡ് ഫോളോ സം ജനറൽ റൂൾസ് വെൻ കോൺഫിഗറിങ് NFS. ഫസ്റ്റ് തിങ് ഈസ് ഓൺലി എക്സ്പോർട്ട് ഡയറക്ടറീസ് ബിനീത് ദ റൂട്ട് ഡയറക്ടറി. റൂട്ടിന് താഴോട്ടായിരിക്കും എക്സ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ എടുക്കുകയാണല്ലോ ചെയ്യുന്നത്, റിമോട്ടിൽ ഇരിക്കുന്ന ഡയറക്ടറീസ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് വരേണ്ടത് എങ്ങോട്ടായിരിക്കും, റൂട്ടിന് താഴെയുള്ളതിലേക്ക് വരണം. Do not export a subdirectory of directory that has already been exported. The exception being when the subdirectory is on different physical device. Do not export the parent of a subdirectory unless it is on a separate device. Only export local file systems. നമ്മൾ ഒരു സാധനം നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഒറിജിനൽ കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മളത് എടുക്കാനായിട്ട്. നമുക്കിതിന്റെ ഒരു കോപ്പി വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന എഫക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒറിജിനൽ കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കാറ്. പിന്നെ ഈ NFS എന്ന് പറയുന്ന ഈ കീ കോൺസെപ്റ്റുകൾ പലപ്പോഴായിട്ടും ചോദിച്ചിട്ടുള്ള ഒരു നേച്ചറാണ്. എന്താണ് വിർച്വൽ ഫയൽ സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അപ്പം വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റർഫേസ് ആണ്. ഇറ്റ്സ് മെക്കാനിസം യൂസ്ഡ് ബൈ NFS ടു റീഡയറക്ട് ഓൾ ആക്സസ് ടു NFS മൗണ്ടഡ് ഫയൽസ് ടു ദ റിമോട്ട് സെർവർ. നമ്മൾക്ക് ഈ ഒരു ഫീൽ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലാണ്, ലോക്കൽ ഡിസ്കിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടി
വെച്ചിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മെക്കാനിസം ആണ് വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാറില്ല. ഹാർഡ് ഡിസ്കിനകത്ത് ഒരു വിർച്വൽ മെമ്മറി കോൺസെപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വിർച്വൽ മെമ്മറി കോൺസെപ്റ്റിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മുടെ മെയിൻ മെമ്മറിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഹാർഡ് ഡിസ്കിനോടും തുല്യമാണ്. അപ്പോൾ എല്ലാ കണ്ടന്റും മെയിൻ മെമ്മറി തന്നെ ഇരിപ്പുണ്ട്, ഹാർഡ് ഡിസ്കിലല്ല ഇരിക്കുന്നത്, പകരം മെയിൻ മെമ്മറിയിലുണ്ട് എന്നുള്ള ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് വിർച്വൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്, ഹാർഡ് ഡിസ്ക്. അതേപോലെ തന്നെ വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, നമുക്ക് ലോക്കൽ ഡിസ്കിലാണ് വർക്ക് ചെയ്യുന്നതാണ് ഫീല്, പക്ഷെ റിമോട്ടിലായിരിക്കും. NFS സെർവറിൽ ഇരിക്കുന്ന സാധനം ഇതിലിരിക്കുന്ന നമ്മുടെ ലോക്കൽ ഡിസ്കിലാണെന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യിക്കാനുള്ള ഒരു സിസ്റ്റമാണ് വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. വിർച്വൽ ഫയൽ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട് എന്നാണുള്ളത്. പിന്നെ സ്റ്റേറ്റ്ലെസ് ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ നോർമലി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മളൊരു ഫയൽ ആക്സസ് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ടല്ലോ. ഇതിനകത്ത് NFSന്റെ സെർവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷെ അതിനകത്ത് ക്ലയന്റ് ഡീമോൺസ് ഉണ്ട്. ക്ലയന്റ് സൈഡിലുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഈ എന്തെങ്കിലും കാരണവശാൽ ഇൻ ബിറ്റ്വീൻ ബ്രേക്കേജ് ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ സർവീസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും എവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആക്സസ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുന്നത് ക്ലയന്റ് പ്രോഗ്രാംസുകളായിരിക്കും. സെർവർ എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് അതിന്റെ സ്റ്റേറ്റസ് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു പ്രോഗ്രാം അതിനകത്തില്ല. ഈ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റംസിനകത്ത് മാനേജിങ് കൂടുതലായിട്ട് നടക്കുന്ന ക്ലയൻസിലാണ്. അതേപോലെ തന്നെ when a server fails, the file access timeout and the file pointers are reset to the 0. ഈ ഒരു സെറ്റിങ്സിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ മാനേജ് യൂസറിനെ സംബന്ധിച്ചിട്ട് ഫീലിംഗ് എന്ന് പറയുന്നത് മൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സോഫ്റ്റ് മൗണ്ടിങ് ആണ്, ഹാർഡ് മൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് റീ ആക്സസ് ചെയ്യാനായിട്ടുള്ള നടത്താൻ പറ്റുന്നത്. സെർവർ ഒരു പോയിന്ററും മാനേജ് ചെയ്യുന്നില്ല, പകരം ക്ലയന്റ് ആണ് ചെയ്യുന്നത്. റീസ്റ്റാർട്ടിങ് ചെയ്യുന്നത് ഫയൽ ആക്സസ്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം ക്ലയന്റ് ക്യാൻ റീസ്റ്റാർട്ട് ദ ഫയൽ ആക്സസ് എന്നാണ് കേട്ടോ. ഇതേപോലെ തന്നെ കാഷിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, കാഷിംഗ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് ആണ് കാഷിങ്ങിനകത്ത് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കണ്ടന്റ് റീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റീഡ് ഹെഡ് ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ഡയറക്ടറി നമ്മൾ അല്ലെങ്കിൽ ഒരു ഡേറ്റ നമ്മൾ ആക്സസ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, പകരം അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന വാല്യൂസും കൂടെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട്. സെർവർ വീണ്ടും റിക്വസ്റ്റിലേക്ക് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഡ് എഹെഡ് ക്യാഷ് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പൊ സപ്പോസ് നമ്മൾ ഫുഡ് നമ്മൾ കഴിക്കാൻ കൊടുത്തെന്ന് വെച്ചോ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ വെള്ളം കുടിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം കൊടുക്കുന്ന പോലെ തന്നെ ഒരു സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് ഫർദർ സർവീസസുകൾ റിക്വസ്റ്റ് വരാം അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുണ്ടാവും എന്നുള്ള ആ ഡിപ്പെൻഡന്റ് കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും ചെയ്യുന്നുണ്ട് ഇതിനകത്തേക്ക് ഫോർവേഡ് ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് റീഡ് എഹെഡ് ക്യാഷ് എന്ന് പറയുന്ന രീതി. അപ്പോൾ റീഡ് എഹെഡ് ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സീക്വൻഷ്യൽ ആക്സസ്, മെമ്മറിയിൽ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഇൻഫോർമേഷൻസുകളും മുന്നേ പാസ് ചെയ്ത് പോകുന്ന രീതിയാണ് നമ്മൾ റീഡ് എഹെഡ് ക്യാഷ് എന്നുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. The NFS server caches information to such as the directory information for the most recently accessed files and read ahead cache for recently read files. ഇതിനകത്ത് ക്യാഷ് യൂസ് ചെയ്യുന്നത് എപ്പോഴും വളരെ കൂടുതലായിട്ട് ആക്സസ് ചെയ്യപ്പെട്ട സാധനങ്ങളെ കുറിച്ച് വീണ്ടും റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഇത്. ഇതിനകത്ത് അടുത്തൊരു ടോപ്പിക് NFSനെ സംബന്ധിച്ചിടത്തോളം സിംബോളിക് ലിങ്ക് എന്നുള്ള രീതിയിൽ, അതായത് സിംബോളിക് ലിങ്ക് എന്ന് മനസ്സിലോർക്കേണ്ട ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾക്ക് ആക്സസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത സാധനങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷോർട്ട് കട്ട് ആക്സസ് നമ്മൾ കൊടുക്കാറില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഡയറക്ടറീസ് ആക്സസ് ചെയ്യാനായിട്ട്. നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിൽ ഡയറക്ടറീസ് ആക്സസ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്ന രീതിയാണ് അബ്സല്യൂട്ട് ലിങ്ക് ഓർ ഷോർട്ട് കട്ട്സ് എന്നുള്ള രീതി. ഒറിജിനൽ ഫുൾ വാല്യൂസ് കൊടുക്കുന്നില്ല, പകരം ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ആക്സസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഫയൽ സിസ്റ്റം കറക്റ്റ് ആയിട്ട് മൗണ്ടിങ് ടൈമിലെ വാല്യൂസിന് മൗണ്ടിങ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ട് വേണം ഈ ഒരു ഷോർട്ട് കട്ട് പാത്ത് യൂസ് ചെയ്യാനായിട്ട്. NFS ബാക്ക്ഗ്രൗണ്ട് മൗണ്ടിങ് എന്ന് പറയുന്നത്
ചോദിച്ചിട്ടുണ്ടായത് എന്താണെന്നുള്ളത്. That is, NFS client uses remote procedure called RPC suite for network applications to mount remote file systems. റിമോട്ട് ഫയൽ സിസ്റ്റം റിമോട്ട് ഫയൽ സിസ്റ്റം അല്ലെ റിമോട്ട് ഫയലിൽ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ ഇതിന് നമ്മൾ RPC റിമോട്ട് പ്രൊസീജിയർ കോൾ സ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. If the mount cannot occur during the default RPC timeout period, then the client retries the mount process until the NFS number of retry has been exceeded. ഇത് നമുക്ക് എത്ര പ്രാവശ്യം റിക്വസ്റ്റ് കൊടുക്കാം എന്നുള്ളത് നമ്മൾ പറയും. അവിടെ ഡിഫോൾട്ട് ഈസ് 10,000 മിനിറ്റ്സ്. ഇതെന്ന് പറയുന്നത് എന്നാൽ ഒരാഴ്ച കാലത്തേക്ക്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് റിക്വസ്റ്റ്, ഇപ്പൊ സർവീസ് നമുക്ക് മൗണ്ടിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പല പ്രാവശ്യം ചെയ്ത് അതും അതിന് റിക്വസ്റ്റ് കൊടുക്കാവുന്നതിന്റെ ടൈം എക്സ്പയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റിക്വസ്റ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം എന്തായിരിക്കും, 1 വീക്ക് ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയും ഇതുപോലെയുള്ള ഈ ഒരു ആക്സസ് റെസ്ട്രിക്ഷൻസ് നമ്മൾ പലപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ പിൻ വാല്യൂ കൊടുക്കുകയില്ലേ, പിൻ വെച്ചിട്ട് നമ്മളൊരു 5 പ്രാവശ്യം അതിൽ കൂടെ അങ്ങ് ട്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയും നമ്മൾ എന്ത് ചെയ്യപ്പെടും, നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെടും. നമുക്ക് ആക്സസിബിലിറ്റി നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, 24 hours ശേഷമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ആക്സസ് റെസ്ട്രിക്ഷൻസ് പലതിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി 2 കേസസ് ആണ് പറയുന്നത്. ഹാർഡ് ആൻഡ് സോഫ്റ്റ് മൗണ്ട്സിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. The process of continuous retrying, whether in the background or foreground, is called a hard mount. NFS attempts to guarantee the consistency of data with these constant retries. With the soft mount, repeated remote procedure calls failures causes the NFS operation to fail, not hang and data consistency. Not hang and the data consistency is therefore not guaranteed. ഹാർഡ് മൗണ്ടും സോഫ്റ്റ് മൗണ്ടും 2 രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഹാർഡ് മൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഇൻഷുവേഴ്സ് ദ ഡേറ്റ ഇന്റഗ്രിറ്റി, ഇറ്റ് പ്രൊവൈഡ്സ് കൺസിസ്റ്റന്റ് ആക്സസ് ടു ദ ഫയൽ സിസ്റ്റം. സോഫ്റ്റ് മൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സിസ്റ്റം ഹാങ് ആവില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിന്റെ ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്താനായിട്ട് സാധിക്കത്തില്ല. ഇനി ഇത് സോഫ്റ്റ് മൗണ്ടിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇറ്റ്സ് പ്രിവെന്റ് സിസ്റ്റം ഹാങ് ഇൻ കേസ് ഓഫ് NFS server failures, but allows the system to continue functioning even if the NFS stays the temporarily unavailable. നമുക്ക് ഫയൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും സിസ്റ്റം ഹാങ് ആകാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്തിനകത്ത് തരുന്നുണ്ട്, സോഫ്റ്റ് മൗണ്ടിനകത്ത് കിട്ടുന്നുണ്ട്. ബട്ട് ഹാർഡ് മൗണ്ടിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ആക്സസ് നമുക്ക് കിട്ടത്തില്ല. That causes the system instability if the DNS server is unreliable. അങ്ങനെ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് റിക്വയർ മാനുവൽ ഇന്റർവെൻഷൻ ടു റിക്കവർ ഫ്രം ദ സെർവർ ഫെയിലിയർ. ദറ്റ് ഈസ് ഇഫ് സോഫ്റ്റ് മൗണ്ടിനെ കുറിച്ചും ഹാർഡ് മൗണ്ടിനെ കുറിച്ചും പോയിന്റ്സ് എഴുതി വയ്ക്കുക, അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും സെറ്റ് ചെയ്ത് എഴുതിയേക്കണം കേട്ടോ. അപ്പൊ അത് ചെറിയ മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ പോലും. ഒന്ന് സിസ്റ്റം ഹാങ് ആവും, മറ്റൊന്ന് ഹാങ് ആകാതെ തന്നെ സർവീസ് നമുക്ക് അവൈലബിൾ ആകും. NFS ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അത് it's not a single program, but it's a suite of interrelated programs that work together to get the work done.
ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ അല്ലെങ്കിൽ പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് നോർമലി മൾട്ടി യൂസർ മോഡിനകത്ത് വർക്ക് ചെയ്യപ്പെടുമ്പോഴായിരിക്കും ഒന്നിൽ കൂടുതൽ ഡീമൺസുകൾ ബാക്ക്ഗ്രൗണ്ട് വർക്കിനകത്ത് കൊടുക്കുന്നത്. നോർമലി മൗണ്ട് എന്ന് പറയുന്നതും അതായത് പ്രോഗ്രാംസുകൾ, മൗണ്ടിങ് പ്രോഗ്രാംസുകൾ എല്ലാം തന്നെ എന്തായിരിക്കും, ബിഹൈൻഡ് വർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഗ്രാംസുകളായിരിക്കും. കുറച്ച് ടൈപ്പ് ബിഹൈൻഡ് വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസിനെ കുറിച്ചുള്ള ലിസ്റ്റാണ് താഴെ തന്നിട്ടുണ്ടാവും. എന്ത് ക്ലയന്റ് സെർവറിന്റെ പാറ്റേൺ സപ്പോർട്ട് ചെയ്യുന്ന NFS ഫയൽ ലോക്കിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോഗ്രാംസിനെ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാം നെയിമാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഓട്ടോ മൗണ്ടഡ് ഡീമൺ. ദിസ് ഡീമൺ ഹാൻഡിൽസ് ദ മൗണ്ടിങ് ആൻഡ് അൺമൗണ്ടിങ് റിക്വസ്റ്റ് ഫ്രം ദ സർവീസ്. അതിന് കറസ്പോണ്ടിങ് അതിന്റെ ബിഹേവിയേഴ്സ്, ക്യാരക്ടറിസ്റ്റ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന രീതിയിലുള്ള വാല്യൂസ് ആണ് TNVD നമ്മൾ പറയുന്നത്. ലോക്ക് ഡീമോൺ എന്ന് പറയുന്നത് ഇതിൽ കുറെ ബിഹൈൻഡ് പ്രോഗ്രാമുകൾ ബാക്ക്ഗ്രൗണ്ട് പ്രോഗ്രാംസുകളാണ് വർക്കിംഗ്. NFS നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രോഗ്രാംസുകൾ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലോക്ക് ഡീമോൺ. ദിസ് ഡീമോൺ സപ്പോർട്ട്സ് റെക്കോർഡ് ലോക്കിംഗ് ഓപ്പറേഷൻസ് ഓൺ NFS ഫയൽസ്. റിമോട്ട് പ്രൊസീജിയർ കോൾ കണക്ഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അടുത്ത ഫാമിലിയർ ചെയ്യിക്കുന്ന മൗണ്ടഡ് ആണ്. ആക്സസ് കൺട്രോൾ മാനേജ് ചെയ്യുന്ന ഇത്. അതിന് രണ്ട് can use -v ഓപ്ഷൻ and -r ഓപ്ഷൻ വിത്ത് ദിസ് -v ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ റൺസ് ദ കമാൻഡ് ഇൻ വെർബോസ് മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. r ഓപ്ഷൻ ആണെങ്കിൽ rejects all future mount requests from clients, does not affect client that already have a file system mounted. NFS വേർഷൻ 4 യൂസ് ചെയ്യുന്ന ഡീമോണിനെ കുറിച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് യൂസർ ആക്സസിബിലിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫേസ് ആണത്. അതുപോലെ തന്നെ അടുത്തൊരു ടൈപ്പ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഡീമോൺസിനെ കുറിച്ച് പ്രൊവൈഡ്സ് ഓപ്ഷണൽ ലോഗിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. That is when NFS server logging is enabled, records for all remote procedure call operations on a selected file system are written to a buffer file by the kernel. ക്രാഷ് ഓർ റിക്കവറി ഫംഗ്ഷൻസിന് മാനേജ് ചെയ്യുന്ന ടൈപ്പും സ്റ്റാറ്റസ് മാനേജ് ചെയ്യപ്പെടുന്ന ഡീമോൺ പ്രോസസ്സിനെ കുറിച്ചാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സെർവർ സൈഡിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യപ്പെടുന്നില്ല, സ്റ്റാറ്റസ് മാനേജ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോസസ്സിന്റെ. പകരം അത് ക്ലയന്റ് സൈഡിലാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ബിഹൈൻഡ് വർക്കിംഗ് നടത്തുന്ന പ്രോഗ്രാംസിനെ കുറിച്ചാണ് അത്. RP ബൈനറി പോർട്ട് മാപ്പിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ കറസ്പോണ്ടിങ് പോർട്ട് IDs ഉണ്ടല്ലോ, മാപ്പ് ചെയ്യപ്പെടാനുള്ളതാണ് ഇതിനകത്ത് വരുന്നത്. ബൈ ഡിഫോൾട്ട് വാല്യൂസ് ഇത് നമ്മുടെ കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്ന കാര്യം TCP പോർട്ടായിട്ട് 111 യൂസ് ചെയ്ത് പോകുന്നത്. ദെൻ ഇത് NFS RPC പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫയൽ സിസ്റ്റമാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് range and directories range ആയിട്ട് നമുക്ക് പറയാം. That is, it's a NFS daemon needs to be run on the NFS server only. അടുത്ത NFS ലോക്ക് ഉണ്ട്, NFS NetFS ഉണ്ട്.
ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഈ ഒരു ഇതിനപ്പുറത്തേക്കൊന്നും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല, കണ്ടില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കി പെട്ടെന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് വരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാളിങ് NFS എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. റെഡ് ഹാറ്റ് ലിനക്സിനകത്ത് നമുക്ക് NFS ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ബൂട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഓൾറെഡി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനകത്ത് നമുക്ക് അറിയാനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കമാൻഡ് നമുക്ക് RPM ക്വറി കൊടുത്ത് NFSന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. രീതി സെയിം ക്വറി കൊടുത്ത് നോക്കിയാൽ മതി. ഗ്രിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിപ്പിന് ശേഷം പറഞ്ഞിരിക്കുന്ന എന്താണോ ആ ഡയറക്ടറി വാല്യൂസ്, ആ പ്രോസസ് നെയിം ആടുക. പ്രോസസ് നെയിമിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ റിസൾട്ട് കിട്ടാൻ ബ്ലാങ്ക് ലിസ്റ്റ് മീൻസ് ദാറ്റ് there is a need to install the required packages. നമുക്ക് അഡീഷണൽ ഇൻഫോർമേഷൻസ് വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഇൻസ്റ്റാളേഷൻ്റെ ആവശ്യമുണ്ടെന്നുള്ളത്. There is a need to have a RPC package installed, and the RPM command can tell whether it is installed or not. അത് യൂസ് ചെയ്യേണ്ട പാറ്റേൺ ഗ്രിപ്പിന് ശേഷം നമ്മൾ NFS കൊടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബൈൻഡ് ചെയ്തെടുക്കണം. ഇതിനകത്ത് ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. RPM ഫയൽ നെയിംസ് യൂഷ്വലി സ്റ്റാർട്ട്സ് വിത്ത് ദ സോഫ്റ്റ്വെയർ നെയിം ആൻഡ് വേർഷൻ നമ്പർ. എല്ലാത്തിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് നോക്കിയപ്പോഴും അറിയാം, കറസ്പോണ്ടിങ് ഫയലിന്റെ നെയിമോട് കൂടി തന്നെയാണ് അതിന്റെ ശേഷം ഹൈഫൺ ഇട്ട് അതിന്റെ വേർഷനോട് കൂടിയായിരിക്കും ഉണ്ടായിരുന്നത്. ഇത് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വാല്യൂസ് പ്രൊവൈഡ് ചെയ്തെടുക്കുക എന്നാണ് കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത്. ഏത് ആണെങ്കിലും കോൺഫിഗർ ചെയ്യാൻ പ്രൊവൈഡ് നെസസറി വാല്യൂസ് ആസ് വി റിക്വയർ. നമുക്ക് എന്താണോ ആവശ്യം ആ രീതിയിൽ നമ്മൾ അതിന്റെ വാല്യൂസ് പ്രൊവൈഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിനാണ് കോൺഫിഗറേഷൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് NFS സെർവറും NFS ക്ലയന്റും നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അതിലെന്തൊക്കെ വാല്യൂസ് നമ്മൾ കൊടുക്കാം. The server needs bind NFS and NFS lock നമ്മൾ സ്പെസിഫൈ ചെയ്യാനുണ്ട്. അത് എന്തും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. എക്സ്പോർട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെർവറിനകത്തിരിക്കുന്ന സാധനങ്ങൾ ക്ലയന്റിലേക്ക് ആക്സസിബിലിറ്റി കിട്ടത്തക്ക രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്പോർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞാൽ, അത് നമുക്ക് ഈ ഫയൽസുകൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് റീഡ് റൈറ്റ് ഫെസിലിറ്റീസിലുള്ള, ഏതാണ് റീഡ് ഓൺലി ഫെസിലിറ്റീസിൽ പോകേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. റീഡ് റൈറ്റ് വെച്ച് മോഡിഫിക്കേഷൻ യൂസ് ചെയ്ത് എടുക്കാം, അല്ലെങ്കിൽ അപ്ഡേഷൻസ് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ റീഡ് ഓൺലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ, അത് അതിൻ്റെ ഇത് യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കത്തില്ല. ഇതിൽ രണ്ട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കോളം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ടറീസിനെ കുറിച്ചാണ്. രണ്ടാമത്തേനകത്ത് രണ്ട് ഭാഗങ്ങൾക്കുള്ളതൊന്ന് നെറ്റ്വർക്ക് ഓർ DNS ഡൊമൈൻസിനെ കുറിച്ചുള്ള സെക്കൻഡ് പാർട്ടിനകത്ത് NFS ഓപ്ഷൻസും അവൈലബിൾ ആയിരിക്കും. ഇതിൽ റീഡ് ഓൺലി, ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ റീഡ് ഓൺലി ആയിട്ട് വെച്ചാൽ റീഡ് ഓൺലി ആക്സസ് ടു ദ ഡേറ്റ ഫയൽസ് ഡയറക്ടറി നെറ്റ്വർക്സിനെ സംബന്ധിച്ചിടത്തോളം റീഡ് ഓൺലി മാറ്റേണ്ടത് മാത്രമാണ് വെച്ചാൽ. നെക്സ്റ്റ് റീഡ് റൈറ്റ് ആക്സസ് ടു ദ ഹോം ലൈബ്രറി ഫ്രം ഓൾ സെർവേഴ്സ് സ്റ്റാർട്ടിംഗ് ഈ വാല്യൂ ബേസ് 0.54 എന്ന് ഉദ്ദേശിക്കുന്നതാണ്. നമുക്ക് ലാസ്റ്റ് ക്ലാസ് ഈ കാറ്റഗറിയാണ് വരുന്നത്. അതിന് 255 ഡിവൈസസ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അതിന്റെ വാല്യൂസ് നമുക്ക് എന്ത് 0 തൊട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, 1 തൊട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന രീതിയായിരിക്കും അതിന്റെ അഡ്രസ് മാനേജ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അത്രയും ആക്സസിബിലിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് റീഡ് റൈറ്റ് ആക്സസ് എന്തിനു കൊടുക്കുക, ടു ദ ഡേറ്റ ഓർ ടെസ്റ്റ് ഡയറക്ടറി ഫ്രം സെർവേഴ്സ് ഇൻ ദ മൈസൈറ്റ്
domain at the read write access to the database directly from single server. In all cases use sync option. In the synchronization option നമ്മൾ അവിടെ specify ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഫസ്റ്റ് എക്സ്പോർട്ട് യൂസ് ചെയ്യുന്നത് അതിനകത്ത് ഡേറ്റ ഫയൽസിനോടൊപ്പം എല്ലാത്തിൻ്റെയും കൂടെ സിംഗ്രണൈസേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട ടു എൻഷുർ ദാറ്റ് ഫയൽ ഡേറ്റ cached in memory is automatically written to the disk after the completion of any disk data copying operation. Disk data copy operationsന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഉറപ്പുവരുത്താൻ വേണ്ടി നടക്കുന്നു എന്നതിന് വേണ്ടിയിട്ടാണ് സിംഗ്രണൈസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നതാണ്. അപ്ഡേഷൻസ് അപ്പോൾ തന്നെ വരുത്ത രീതിയിൽ തന്നെ ചെയ്യുന്നതിനാണ് നമ്മൾ. അപ്പോൾ എല്ലാ വാല്യൂസും മാനേജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സിങ്ക് വാല്യൂസും അതിനകത്ത് വരുന്നുണ്ട്. കോൺഫിഗറേഷൻ എല്ലാം കോൺഫിഗർ ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം ഇത് കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് നേച്ചർ. ഇനി ഇതിന്റെ കോൺഫിഗറേഷൻ സ്റ്റേറ്റ്മെന്റിനകത്ത് ചെന്ന് ടേമുകളാണ് നോക്കുക. കോൺഫിഗറേഷൻ ആൻഡ് NFS സെർവർ ഈ സ്ട്രേറ്റ് ഫോർവേഡ്. ഇത് എന്ത് ചെയ്യണം, നമുക്ക് അത് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്ന് പഠിച്ചു വയ്ക്കാം. ഈ കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെർവർ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എക്സാമ്പിൾ നോക്കി വയ്ക്കുക. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. നമുക്ക് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ബൈൻഡിന് NFS ലോക്ക് NFS എല്ലാം ഇത് ഓൺ ആണെന്ന് നോക്കിക്കണം, ഓൺ ആക്കണം. നെക്സ്റ്റ് ഇനിഷ്യലൈസേഷൻ ആണ് നമ്മൾ. എന്നിട്ട് ഇതിൽ എല്ലാത്തിനകത്ത് നമുക്ക് സ്റ്റാർട്ട് ഓപ്ഷൻ ചെയ്യാം, അതേപോലെ സ്റ്റോപ്പും റീസ്റ്റാർട്ടും ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് റീസ്റ്റാർട്ടും കൂടെ യൂസ് ചെയ്തുകൊണ്ട് വീണ്ടും അതിനെ ആക്റ്റീവ് മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമേ. അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് സർവീസ് ബൈൻഡ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം സ്റ്റാർട്ട് വർക്കിങ്ങിന് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുക തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മളത് സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് സർവീസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. NFS കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് RPC info കമാൻഡ് യൂസ് ചെയ്യാം. റണ്ണിങ് RPCs റിമോട്ട് പ്രൊസീജിയർ പ്രോഗ്രാംസ് ഏതൊക്കെ വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് അറിയാനായിട്ട് ഉള്ള രീതിയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. RPC info -p ലോക്കൽ ഹോസ്റ്റിനകത്ത് എല്ലാ പ്രോസസ്സുകൾ ഏതെല്ലാം പ്രൊസീജിയേഴ്സ് നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെ ഒരു ടേബിൾ സ്ട്രക്ചറിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. പ്രോഗ്രാം ഏതാണ്, അതിന്റെ വേർഷൻ ഏതാണ്, പ്രോട്ടോകോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, കറസ്പോണ്ടിങ് പോർട്ട് നമ്പർ ഏതാണെന്നുള്ള ഒരു നേച്ചറിലാണ് ഈ വാല്യൂസ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടാം. ഇത് പോർട്ട് മാപ്പറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ പോർട്ട് മാപ്പർ നമുക്ക് പഴയകാല വേർഷനകത്ത് ഉണ്ടായതാണ്. ഇതിന്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സർവീസ് ദാറ്റ് മാപ്സ് പ്രോഗ്രാം നമ്പേഴ്സ് വേർഷൻ ആൻഡ് പ്രോട്ടോകോൾ ടു സ്പെസിഫിക് പോർട്ട് നമ്പർ. പോർട്ട് നമ്പർ മാപ്പിംഗ് നടത്താൻ യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ടാണ് ഇതിനെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി പല സർവീസിനകത്ത് ഈ ഒരു പ്രോഗ്രാമിനെ കറസ്പോണ്ടിങ് ആയിട്ട് UDP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് സർവീസ്, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം സർവീസസ് ആണ് ടിപ്പിക്കലി യൂസ് ചെയ്യുന്നത്. അതിന്റെ പോർട്ട് വാല്യൂസ് എന്ന് പറയുന്നത് 2049 ആണ് ഇതിന്റെ ബൈ ഡിഫോൾട്ട് വാല്യൂസ് എന്ന് പറയുന്നത്. നമ്മൾ TCP സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു 111 എന്നുള്ള വാല്യൂസ് ഇല്ലെങ്കിൽ അതിനകത്ത് UDP സംബന്ധിച്ചിടത്തോളം നമുക്ക് 1024 എന്ന് പറയുന്ന റേഞ്ചിൽ 2 പോർട്ട് നമ്പർ വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. NFSനെ സംബന്ധിച്ചിടത്തോളം ക്ലയന്റ് സൈഡിലാണ് കൂടുതൽ എന്റെ ഡീറ്റെയിൽസ്, സ്റ്റാറ്റസ് ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നല്ലോ. സോ അതുകൊണ്ട് തന്നെ NFS directs to be permanently mounted. സ്റ്റാറ്റസ് സ്റ്റേറ്റ് ഇതിൽ പറയേണ്ട പോയിന്റിനകത്ത് ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ എന്ന് പറയുന്നത്, നിമിഷം ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താ വന്നിരിക്കണമെന്ന് നോക്കിയിട്ട് ഇതെല്ലാം
ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇത് വെച്ചിട്ടുള്ള ഹാർഡ് മൗണ്ട് സോഫ്റ്റ് മൗണ്ടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മൗണ്ടിങ് പ്രൊസീജിയറുകൾ വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ കൂടുതൽ ചെറിയ മാർക്കുള്ള ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം ബ്രീഫ്ലി ഫർദർ വിത്ത് റെഫറൻസ് ടു NFS. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ്. കാഷിംഗ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. NS ബാക്ക്ഗ്രൗണ്ട് മൗണ്ടിങ് എന്താണ്? NFS ഡിമോൺസ് ഏതാണ്? ഡിമോ ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇപ്പോൾ പറഞ്ഞു കൊടുത്തന്ന് നമ്മൾ നോക്കിയ കുറേ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ട് മൗണ്ടിങ് 2 തരത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കോൺഫിഗറേഷൻ സ്റ്റെപ്സ് ഇതിനകത്ത് കണ്ടില്ല. ജനറൽ ആയിട്ട് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള തിയററ്റിക്കൽ പോർഷൻ എഴുതാനായിട്ട് 5 മാർക്കിന് ക്വസ്റ്റിനെ പിന്നെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് കോൺഫിഗറേഷൻ സെറ്റപ്പുകൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. അത് കാണുന്നില്ല കേട്ടോ. അപ്പം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് അഡീഷണൽ ഫയൽസിനെ കുറിച്ചൊന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയതിനകത്ത് കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിനകത്ത് ആദ്യം തിയററ്റിക്കൽ പോർഷൻസ് മാത്രമാണ് കൂടുതൽ നോക്കാനുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ ഒരു ടേബിൾ ഓപ്ഷൻസിനെ കുറിച്ച് മാത്രം ഒന്ന് നോക്കി പോകാനായിട്ട്. ബാക്ക്ഗ്രൗണ്ട് മൗണ്ടിങ്ങിന് എന്തൊക്കെയാണ് പ്രോഗ്രാമിന്റെ ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസിന്റെ മൗണ്ടിങ് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ബാക്ക്ഗ്രൗണ്ട്, ഫോർഗ്രൗണ്ട് മൗണ്ടിങ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. സോഫ്റ്റ് മൗണ്ടിങ് ആണ്. ഹാർഡ് മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇന്റർഫിയർ ചെയ്യപ്പെടാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഹാങ് ചെയ്യുന്ന 2 ഓപ്ഷൻ രീതിയിൽ പോകും. സോഫ്റ്റ് മൗണ്ടിങ് ആണ്, ഹാർഡ് മൗണ്ടിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ സർവീസ് ഏത് രീതിയിലാണ് അവൈലബിൾ ആകേണ്ടതെന്നനുസരിച്ചാണ് നമുക്ക് ഈ ഒരു വാല്യൂസ് വേരിയബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. പിന്നെ അതേപോലെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ റീഡ് റൈറ്റ് 2 ഓപ്ഷൻസിനകത്ത് the amount of data will attempt to access per read operation എത്ര മാത്രം ചെയ്യണം. ഇത് നോർമലി ഡിപ്പെൻഡ്സ് അപ്പോൺ ത്രൂപുട്ട്. ത്രൂപുട്ട് മീൻസ് പ്രോസസറിന്റെ കപ്പാസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാല്യൂ അസൈൻമെന്റ് റൈറ്റിന്റെ ആണെങ്കിലും റീഡിന്റെ ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. ത്രൂപുട്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ബിറ്റ്സ് ദാറ്റ് ക്യാൻ ബി പ്രോസസ് ബൈ എ പ്രോസസർ. ഒരു പ്രോസസറിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ബിറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ത്രൂപുട്ട് പറയാം. അതിനനുസരിച്ചാണ് ഇതിന്റെ റീഡർ സൈസും റൈറ്റ് സൈസും സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ സാധാരണ മൗണ്ടിങ് ഫയൽ സിസ്റ്റത്തിനകത്ത് നമുക്ക് 2 കണക്ഷൻ പ്രോട്ടോകോൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 രീതിയിൽ പോകാറുണ്ട്. അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് പോകുന്നത് UDP പാറ്റേണിലാണ് പോകുന്നത്. റിമോട്ട് സിസ്റ്റംസിനെല്ലാം തന്നെ ബൈ ഡിഫോൾട്ട് ഫാസ്റ്റ് ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി പക്ഷെ റിലയബിലിറ്റി കൺഫേം ആയിട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന TCP പാറ്റേണിൽ നമുക്ക് അതിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇന്ററപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫയൽ സിസ്റ്റം മൗണ്ടിങ്ങിൽ ഇന്ററപ്റ്റ് വാല്യൂസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചും പറയാം. ഇത്രയും ഓപ്ഷൻസ് അതിനകത്ത് സ്പെസിഫിക്കേഷൻ ആയിട്ട് സെറർ സ്പെസിഫിക്കേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ NFS ക്ലയന്റ് സൈഡിൽ 2 സൈഡിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ. സ്റ്റാർട്ട് ചെയ്യാനാണ് ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ സെർവർ സൈഡിലും ക്ലയന്റ് സൈഡിലും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ക്ലയന്റ് സൈഡിൽ റിക്വസ്റ്റുകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഏത് കേസസിനകത്ത് ആപ്ലിക്കേഷന്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും റീസ്റ്റാർട്ടും നമുക്ക് അവൈലബിൾ ആണ്. മൂന്ന് കാര്യങ്ങളാണ് നോർമലി
നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ബൈൻഡ് ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്, ലുക്കപ്പ് ലോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ലോക്ക് സിസ്റ്റം നമ്മൾ കൊടുക്കുന്ന എന്തിനു വേണ്ടി വെച്ചാൽ ഡേറ്റ കറപ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അൺഓതറൈസ് ആക്സസുകൾ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാല്യൂസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സെർവർ സൈഡ് കൊടുക്കുന്ന പോലെ തന്നെ ക്ലയന്റ് സൈഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തതിനകത്ത് നമുക്ക് ഇതേ വാല്യൂസ് തന്നെ യൂസ് ചെയ്യാം. കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഇൻഫോ ഉപയോഗിച്ച് കമൻറ്റ് യൂസ് ചെയ്യാൻ മെത്തേഡ് നമുക്ക് വരുന്നു. അപ്പോൾ അത് ഇതേപോലെ തന്നെ കോളം പാറ്റേണിൽ നമുക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ആവുന്നു. അപ്പോൾ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സർവീസ് ആണ്. ഇതിന് വേണ്ടിയിട്ടായിരിക്കും ഈ സർവീസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലോക്കൽ സിസ്റ്റം, ഒരു റിമോട്ട് സിസ്റ്റത്തിന്റെ ഡയറക്ടറീസ് ലോക്കൽ സിസ്റ്റത്തിൽ ഇരുന്ന് എങ്ങനെ ആക്സസ് ചെയ്യുന്നു അതുപോലെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ കൊടുക്കുന്നത്, കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലയന്റിന് സെർവറിലെ ഫയലുകൾ ക്ലയന്റിന്റെ സൈഡിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഡിസ്കിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീലിൽ ആക്സസ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് റീഡ് റൈറ്റ് ഓഫ് ഫെസിലിറ്റിയോട് കൂടി കൊടുക്കണം, റീഡ് ഓൺലി പാറ്റേണിൽ കൊടുക്കണം, എത്ര പ്രാവശ്യം റിക്വസ്റ്റ്, ഇപ്പോൾ സപ്പോസ് ഇൻ ബിറ്റ്വീൻ ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും, അത് ഹാങ് ആയിട്ട് പോകണോ, അതല്ലാതെ ഫെസിലിറ്റീസ് റൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ റീഇൻസ്റ്റേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള ഓപ്ഷൻസിനെ കുറിച്ചാണ് ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. എല്ലാത്തിനും കാര്യങ്ങൾ കോൺഫിഗറേഷൻ ഫയൽസിനെ വെച്ച് മാനേജ് ചെയ്താണ് സാധനം പോകുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്താണ് നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനുള്ള ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഹാർഡ് മൗണ്ടിങ്ങിനെ കുറിച്ച്, സോഫ്റ്റ് മൗണ്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഡിമോൺസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കിംഗ്, ഏതൊക്കെ സാധനങ്ങൾ മൗണ്ട് ചെയ്യാനായിട്ട് അൺമൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇനിഷ്യലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഈ എല്ലാം തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ്, അതിന്റെ സ്റ്റാറ്റസ് മാനേജ് ചെയ്യുന്ന എല്ലാം അതിന്റെ ബിഹൈൻഡ് പ്രോസസ്സുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരുന്നു ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ കോൺഫിഗറേഷൻ സ്റ്റെപ്സുകൾ കണ്ടില്ലായിരുന്നു. തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് കൂടുതലും വന്നിട്ടുള്ളത്. ഇനി അതിലൊരു ടോപ്പിക് എന്ന് പറയുന്നത് വെബ് സെർവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വെബ് സെർവർ എന്ന് നമുക്ക് അറിയാം, വെബ്സൈറ്റുകളെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന വെബ് പേജുകളെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് വെബ് സെർവറിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. അത് വർക്ക് ചെയ്യുന്നത് HTTP പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ട്. നോർമലി വെബ് സെർവേഴ്സ് പ്രൊവൈഡ് HTTP പേജ്, HTML അല്ലെങ്കിൽ HTTPS, HTTP ബേസ് ചെയ്തുകൊണ്ടുള്ള ഡോക്യുമെന്റ്സുകളാണ് നോർമലി വെബ് സെർവർ വഴി നമുക്ക് എടുക്കാം. ആ പേജിന് ബിഹൈൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാക്കി ബാക്കി ആയിട്ട് മീഡിയാസും ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി വെബ് സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. റെഡ് ഹാറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈ ഡിഫോൾട്ട് അപ്പാച്ചെ എന്ന് പറയുന്നൊരു ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് എന്താണ് എക്സാം ക്വസ്റ്റ്യൻ വരുന്നത്? The Apache HTTP server is a popular open source server application that runs mainly on Unix based system as well as Microsoft Windows. അതിൽ ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാമ്പ സെർവറിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. സാമ്പ is a software package that comes with a Red Hat Linux or to share file system and printers on a network with a computer that use session management block. പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് സെർവർ മാനേജർ, ഫ്രീ ആയിട്ടുള്ള സെർവർ മാനേജ്മെന്റും കൂടെ കിട്ടുന്നുണ്ട്. അതിൽ സാമ്പ സെർവർ എന്ന് പറയുന്നത് രണ്ടിനകത്ത് യൂസ് ചെയ്യാം. വിൻഡോസിന് സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതേപോലെ തന്നെ റെഡ് ഹാറ്റ് ലിനക്സിന്റെ കൂടെയാണ് വരുന്നതെങ്കിലും. ഇതില് SMB is a protocol that is delivered with the Windows operating system for sharing files and printers. In Red Hat Linux, the Samba software package contains a variety of daemon processors, administrative tools, user tools, and configuration files. Samba എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് റെഡ് ഹാറ്റിനോട് കൂടെയുള്ള റെഡ് ഹാറ്റ് ലിനക്സിന്റെ ഫയൽസുകൾ ഷെയർ ചെയ്യാനും പ്രിന്റേഴ്സ്, ഹാർഡ്വെയർ ഡിവൈസ് നോർമലി പ്രിന്റർ ഷെയറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സാമ്പ എന്ന് പറയുന്നത്.
സാമ്പ സെർവറിനെ സംബന്ധിച്ചിട്ട് ഡിഫോൾട്ട് കോൺഫിഗറേഷൻ ഫയൽ എന്നത് smd.config ആണ്. അത് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് etc സാമ്പ എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തുണ്ട്. ഡീറ്റെയിൽസ് ഡിമോൺ പ്രോസസ്സുകൾ SMBDക്കകത്ത് നോർമലി ആയിട്ടുള്ള ഡിമോൺ പ്രോസസ്സുകൾ NMBDക്കകത്ത് നെറ്റ് ബയോസിനകത്തുകൊണ്ട് ഡിമോൺ പ്രോസസ്സർ ഡിമോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡി എന്നുള്ള രീതിയിൽ ബിഹൈൻഡ് പ്രോസസ്സുകൾ കിട്ടും. അത് മാത്രമല്ല ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ് സാമ്പ സപ്പോർട്ട് ചെയ്യുന്ന വിൻഡോസിന്റെ വേർഷൻസിനെ കുറിച്ചും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെ കുറിച്ച് എന്താ വന്നതെന്നുള്ളത് നോക്കിയിട്ടില്ല. സാമ്പ ഫോർ ലിനക്സിനകത്ത് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ചോദിച്ചുകൊണ്ട് ഈ ഒരു വെബ് സെർവറിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മേജർ ആയിട്ടും വരാനുള്ള ചാൻസസ് ഉള്ള കേട്ടോ. ആദ്യം കോൺഫിഗറേഷൻ ചെക്ക് ചെയ്യുക. അതായത് നമ്മുടെ സംഗതി ഷെൽ കമാൻഡ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്, ഇൻസ്റ്റാൾഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് SM സ്റ്റാറ്റസ് നമുക്ക് കമാൻഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടെൽസ് ദ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ കറന്റ്ലി കണക്റ്റഡ് ടു യുവർ ഡിവൈസ്. ഷെയർഡ് മോഡിൽ ഡിവൈസ് കണക്ഷൻ വന്നിരിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ പോയിന്റ്സ് പിന്നുള്ളത് സാമ്പ കോൺഫിഗറേഷൻ ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യങ്ങൾ, അതിന്റെ പാക്കേജ് ഇൻസ്റ്റാൾഡ് ആണെന്നുകൊണ്ട് നോക്കാനായിട്ടുള്ള കേസസ് നോക്കാം. samba.config is the main Samba configuration file. ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് ഗ്രൂപ്പ്സ് പ്രിന്റർ ഏതൊക്കെ തരത്തിലാണ് അതിന് യൂസേഴ്സ് വരുന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇതിലെന്താ പോയിന്റ്സ് ഒരു നിമിഷം, ഇതിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ നോക്കിയിട്ടൊന്ന് പറയാം. ഒരുമാതിരിപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിനകത്തൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ലിനക്സ് അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു സെർവർ കേസ് 16-ാത്തൊന്നുമില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് തോന്നുന്നില്ല അതിനെ സംബന്ധിച്ചിടത്തോളം. സാമ്പ സെർവർ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, സെർവർ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിന് കറസ്പോണ്ടിങ് IP അഡ്രസ്സസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് വാല്യൂസ് മെഷീൻ വാല്യൂ 254 എന്നുള്ള രീതിയിൽ എടുത്താണ് ചെയ്തിരിക്കുന്നത്. ഫയർവാൾ സെറ്റിംഗ്സ് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കമാൻഡുകൾ ഇഫ് ഓൾ RPM റിക്വയർഡ് ഫോർ സാമ്പ ഇൻസ്റ്റാൾഡ് ആണോ അല്ലെങ്കിൽ എന്നൊക്കെ ഇതിനകത്ത്
പാക്കേജിനകത്ത് എല്ലാ പാക്കേജുകളും സാമ്പ സെർവറിന് കറസ്പോണ്ടിങ് റൺ ചെയ്യേണ്ട എല്ലാ പാക്കേജുകളും വേണോ വേണ്ടി ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതാണ് കേട്ടോ. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് തന്നിട്ടുണ്ട്. കോപ്പി ദ ഒറിജിനൽ കോൺഫിഗറേഷൻ ഫയൽസ് കോപ്പി ചെയ്യാനുള്ള കമാൻഡ്. പിന്നെ VI എഡിറ്റർ യൂസ് ചെയ്തുകൊണ്ട് കോൺഫിഗറേഷൻ ഫയൽസ് എഡിറ്റ് ചെയ്യാനുള്ളത് സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഷെയർ ഹോം ഡയറക്ടറി എഡിറ്റ് ദിസ് പാർട്ട്, പ്രിന്റർ ഷെയർ ചെയ്യാനുള്ളതും ഡയറക്ടറി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്വിറ്റ് കമാൻഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് കോൺഫിഗറേഷൻ ഫയൽ, ഇത് കറക്റ്റായിട്ട് കോൺഫിഗറേഷൻ വാല്യൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട കമാൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് സാമ്പ സെർവർ ഓൺ ആക്കി വെക്കാനുള്ള കേസസ്. അപ്പം ഇത് ഓരോ കമാൻഡ് ബേസ് ചെയ്തിട്ടാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. സാമ്പ സെർവർ യൂസ് ചെയ്യുവാണെങ്കിൽ അത് കോൺഫിഗർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട വാല്യൂസിനെ കുറിച്ചും അത് കോൺഫിഗർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുമാണ് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് മാത്രം ഇത് പഠിച്ചാൽ മതി. ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിരിക്കുന്നത് DHCP ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോളിനെ ബേസ് ചെയ്തുകൊണ്ടും പിന്നെ DNS സെർവറിനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് അതിനകത്ത് ചെറിയ ചെറിയ തിയറട്ടിക്കൽ പോർഷൻസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് വന്നത്. കോൺഫിഗറേഷൻ വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും രണ്ടിനകത്തും DNS സെർവറിനെ ബേസ് ചെയ്തുകൊണ്ടും കണ്ടില്ല, നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടും രണ്ടിനകത്തെയും കോൺഫിഗറേഷൻ സ്റ്റെപ്സ് അല്ലെങ്കിൽ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷെ ജനറൽ ഐഡിയാസ് ചോദിച്ചിട്ടുണ്ട്. ഡൈനാമിക് ഹോസ്റ്റിനകത്തെ സംബന്ധിച്ചിടത്തോളം ആ ആക്ടിവിറ്റി ഡോറോ ആക്ടിവിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് DNS റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളത്, ഇതൊക്കെ തന്നെ ഡിഫറെന്റ് സെർവേഴ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു വെബ് ബ്രൗസറിനെ കുറിച്ച് വേണമെങ്കിൽ ജനറൽ ആയിട്ടൊരു കാര്യം ചോദിക്കായിരിക്കും. വെബ് ബ്രൗസർ എന്താണെന്നുള്ളത്, വെബ് ബ്രൗസർ യൂസ് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് മാത്രം പറയായിരിക്കും. പിന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് സാമ്പ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോന്ന് ഫ്രീക്വന്റ് നെക്സ്റ്റ് ടൈം എന്താ
ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റ് ആയിട്ട് വന്ന കാര്യങ്ങൾ നോക്കിയെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒരു പോയിന്റ് റൈറ്റ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു കോൺഫിഗർ സാമ്പാർ സെർവർ, അസ്യൂം സെർവർ ഐ പി അഡ്രസ് ഈസ്. ഓക്കെ, ഈ പ്രൊസീജിയർ ഒരു 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏത് വർഷത്തിലാണ് ചോദിച്ചാൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത് കേട്ടോ. ടു 2014 ഒരു ക്വസ്റ്റ്യനകത്താണ് സാമ്പാർ സെർവറിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പം എയുടെ ഹെൽപ്പ് ഉള്ളതാണ് വളരെ എളുപ്പം തന്നെ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സഹായമായിട്ടുണ്ട്. അപ്പോൾ ആരുടെ ഹെൽപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഇനി ഓരോ ക്വസ്റ്റ്യൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ മിനിമം സ്റ്റെപ്സ് നിങ്ങളുടെ എക്സാമിന് ഓറിയന്റഡ് ആയിട്ടുള്ള മിനിമം സ്റ്റെപ്സുകളെല്ലാം ഇതിനകത്ത് കിട്ടും. സംഭവം ഇൻസ്റ്റാളിനേഷനെ കുറിച്ച് ജസ്റ്റ് ഞാൻ ഇതിൽ കുരി ഇട്ട് കൊടുത്തു. കിട്ടിയ കാര്യങ്ങളാണ് ഇത് പറയുന്നത്. കോൺഫിഗർ സാമ്പാർ സെർവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് പ്രീ റിക്വസ്റ്റ് നമുക്ക് വേണ്ട ലിനക്സ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഇൻസ്റ്റാൾ സാമ്പാർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് സ്വിച്ച് യൂസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യുന്ന പരിപാടി 2 അപ്ഗ്രേഡ് ചെയ്യുന്ന അപ്ഡേറ്റ് ഓപ്ഷൻസിൽ ബേസ് ചെയ്തുകൊണ്ടാണ് പോയേക്കുന്നത് കേട്ടോ. അത് കോൺഫിഗർ സാമ്പാർ കോൺഫിഗറേഷൻ ഫയലിൽ ഇതേ ടേംസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇഗ്നോ ആണ് നെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെയർ ചെയ്യപ്പെടുന്ന നെയിമിന്റെ സ്ഥലത്ത് നമ്മൾ ഇഗ്നോ ഷെയർ നെയിം കൊടുക്കുന്നു. പാത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടുത്തെ ഓപ്ഷൻസ് എല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് കോൺഫിഗർ ദ സാമ്പാർ പാസ്വേഡ് സെർവർ, അതായത് സ്റ്റാർട്ട് ദ സാമ്പാർ സർവീസ്, ടെസ്റ്റ് സാമ്പാർ സെർവർ, ടെസ്റ്റിങ്ങിനുള്ള ഓപ്ഷൻസും മിനിമം റിക്വയർമെന്റ്സ് ഇത്രയും വെച്ചിട്ടാണ്. ഇത് ഒരേ ഒരു ക്വസ്റ്റിനെ കണ്ടിട്ടുള്ളൂ. ജസ്റ്റ് ജനറൽ ആയിട്ട് ഇതിന്റെ ഐഡിയാസ് എടുത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ടൈറ്റിലെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ.
ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്ന ഇതിനകത്ത് ഞാൻ ഫ്രീക്വന്റ് ഞാൻ പറയാൻ നമ്മൾ ഏതെങ്കിലും ഡിസ്കസ് ചെയ്യാതെ പോയ ക്വസ്റ്റ്യൻസിനെ നോക്കിക്കൊണ്ട് അത് നോക്കി പറയാന്നോർത്തായിരിക്കും കേട്ടോ അടുത്ത ക്ലാസ്സുകൾ. ഫസ്റ്റ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് അറ്റ്ലീസ്റ്റ് പാസ് ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നോക്കണം ആദ്യത്തെ 2 ബ്ലോക്ക് യൂണിറ്റുകൾ നമ്മൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ അതിന്റെ പോർഷൻസ് സ്കിപ്പ് ചെയ്യാതെ അതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോവാം. ഫസ്റ്റ് 2 ബ്ലോക്സ് ആദ്യം ഫസ്റ്റ് ബ്ലോക്കിനെ കുറിച്ച് തന്നെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്ത് എളുപ്പമുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കോമൺ സെൻസിലേക്ക് ഈസി ആണെന്ന് തോന്നുന്ന കുറച്ച് ടോപ്പിക്സുകൾ കാണുമല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ. അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഒരു കാരണവശാലും ഫസ്റ്റ് 2 ബ്ലോക്കുകൾ സ്കിപ്പ് ചെയ്ത് പഠിക്കാതിരിക്കാം. ഇതിലെ ബ്ലോക്ക് 3യെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി തിയറി പോർഷൻസിന്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് ബ്ലോക്ക് 2 എന്ന് പറയുന്നതിനകത്തും അല്ല കമ്പൽസറി ആയിട്ട് ബ്ലോക്ക് 1 എല്ലാ ചാപ്റ്ററുകളും ബ്ലോക്ക് 1 കമ്പൽസറി ആയിട്ട് കവർ ചെയ്തിട്ട് എക്സാമിന് കയറാവുള്ളൂ. ഇതൊരു പക്ക തിയറി പോർഷനായിട്ട് നമ്മൾ ആദ്യത്തെ സെക്ഷൻ എല്ലാം പറഞ്ഞേക്കുന്നത് നെറ്റ്വർക്ക് മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഡിസ്ക് സെക്യൂരിറ്റി മാനേജ്മെന്റിനെ കുറിച്ചാണ്. യൂസർ സെക്യൂരിറ്റി മാനേജ്മെന്റ് ആണ് ടോപ്പിക്കായിട്ട് ഞാൻ കണ്ടത്. മാനേജ്മെന്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിന്റെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാം. മെത്തേഡ്സ്, പ്രൊസീജിയർ, ടൂൾസ് that return to perform operations, administration, maintenance and provisions of network systems. A common way of characterizing network management functions is fault, configuration, accounting, performance and security. ഇതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ട് കാര്യം. നെറ്റ്വർക്ക് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ FCAPS ആണ് അതിനകത്ത് വരുന്ന ഫോൾട്ട്, കോൺഫിഗറേഷൻ, അക്കൗണ്ടിങ് ആൻഡ് പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ടേമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം മെയിൻ ആയിട്ട് അതിന്റെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ റേഞ്ചുകൾ മാനേജ് ചെയ്യുന്നത്. A network management system is a combination of hardware and software used to monitor and split a computer network or networks. ഇതിലെ പോർഷൻസ് നെക്സ്റ്റ് അടുത്ത